പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഓക്സിമറായി എന്ന ഒരു അത്ഭുത പ്രോഡക്റ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ജനുവരി മാസത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ എനിക്കൊരു സ്ട്രോക്ക് വരികയും ഞാൻ ഏതാണ്ട് 5 ദിവസത്തോളം ICUവിൽ കിടക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. എൻ്റെ ഇടത് കൈയും ഇടത് കാലും തളർന്നുപോയിട്ട് ഞാൻ 5 ദിവസം ICUവിൽ കിടന്ന വ്യക്തിയാണ്. അതിനുശേഷം അങ്ങനെ കിടക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിക്കുകയും ഓക്സിമറായി എന്ന അത്ഭുത പ്രൊഡക്റ്റിനെ പറ്റി എന്നോട് പറയുകയും ചെയ്തു. അങ്ങനെ ഞാനൊരു ബോട്ടിൽ വാങ്ങിച്ചു, ഉപയോഗിച്ചൊരു 15-20 ദിവസമായപ്പോൾ തന്നെ എനിക്ക് റിസൾട്ടുകൾ കണ്ടു തുടങ്ങി. എൻ്റെ ഈ കൈയാണ് തളർന്നുപോയത്, ഈ ഇടത് കൈ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ചലിപ്പിക്കാൻ സാധിക്കുന്നു. കാണുന്നില്ലേ? ഇപ്പോൾ എനിക്ക് ബൈക്ക് ഓടിക്കാം, സാധാരണ പോലെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചു. എൻ്റെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒരു ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കൊക്കെ കംപ്ലീറ്റ് മാറിയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് മെമ്മറി കുറവുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഇടതേക്കാൽ തളർന്നുപോയതാണ്. ആ ഇടതേക്കാൽ തളർന്നുപോയിട്ട് നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും നടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങളൊക്കെ അതുപോലെ തന്നെ എനിക്ക് ഷുഗർ ലെവൽ വളരെ കൂടുതലായിരുന്നു. ഇപ്പൊ ഷുഗർ ലെവൽ വളരെ നോർമലാണ്. അതുപോലെ ഈ സ്ട്രോക്കൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് ഷുഗറും അതുപോലെ പ്രഷറും ഒരിക്കലും കൂടാൻ പാടില്ല. അത് നോർമൽ ലെവലിൽ തുടരണം, അല്ലെങ്കിൽ വളരെ അപകടമാണ്. പക്ഷെ എനിക്ക് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ മറ്റുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൂടെ പ്രഷർ കൂടാതിരിക്കാനും അതുപോലെ ഷുഗർ കൺട്രോൾ ആക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഓക്സിമറായി എന്ന് പറഞ്ഞ ഈ അത്ഭുത പ്രൊഡക്റ്റ് കഴിച്ചതിന് ശേഷം എനിക്ക് പല പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോഴും എൻ്റെ പ്രഷറും ഷുഗറും ഒക്കെ നോർമൽ ലെവലിലാണ്. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഇപ്പം മരുന്ന് ഞാൻ ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇതൊരു വിശ്വസനീയമായ റിപ്പോർട്ടാണ്. എൻ്റെ അനുഭവത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കുവച്ചത്. അതുകൊണ്ട് ആർക്കും നമ്മൾ ഇപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ പേടിപ്പിച്ചു കൊല്ലും. ഇത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഈ മരുന്ന് എത്രയാണ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാല് എന്റെ പ്രഷർ ലെവൽ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് 130-ൽ കൂടിക്കഴിഞ്ഞാൽ അപകടമാണ്. അതുകൊണ്ട് പ്രഷറിന്റെ ഗുളിക സ്ഥിരമായിട്ട് ഉപയോഗിക്കണം, ഷുഗറിന്റെ ഗുളിക സ്ഥിരമായിട്ട് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളെ ഈ പ്രഷറിന്റെയും ഷുഗറിന്റെയും ഒക്കെ ഗുളികകൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് നിർത്താൻ നമുക്ക് സാധിക്കില്ല. ഈ ഓക്സിമറായി എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് കഴിച്ചതിന് ശേഷം അതൊക്കെ എനിക്ക് ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അതുപോലെ ഞാൻ ആകെ ക്ഷീണിച്ചു പോയിരുന്നു വളരെയധികം. എനിക്കിങ്ങനെ സംസാരിക്കാനോ എടുക്കാനോ പറ്റുന്നതായിരുന്നില്ല. എനിക്ക് വാക്കുകൾ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. നാക്കൊന്നും അല്ലാതെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ വ്യക്തമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നു, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നു, എന്റെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ബ്രെയിൻ സെൽസിനെ ഇംപ്രൂവ് ചെയ്യും, അതുപോലെ ആക്റ്റീവ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആർക്കും രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അത്ര ഒരു നല്ല പ്രൊഡക്റ്റാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.